ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചക്കായ കൊണ്ട് ശർക്കര വരട്ടിയാണ്. ഇന്നലെ 3 തരം വറവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ടതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റണില്ല. കുറേ ലോങ് ആയി പോകും. അത് കാരണം ഇപ്പോൾ പാർട്ട് 2 ആക്കിയിട്ട് ഇതാണ്. ശർക്കര വരട്ടിയുടെ ഒന്നും കാണിച്ചിട്ടില്ല. അതിൽ ശർക്കര വരട്ടണ വിധം കാണിക്കാൻ അപ്പോൾ കൂടുതൽ ടൈം എടുക്കും. കാരണം കൊണ്ട് ഞാൻ അത് വേറെ ചെയ്യാണ്. ശർക്കര കായ വറക്കണതിൻ്റെ കനമൊക്കെ ഇന്നലത്തേൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണതും ശർക്കര വരട്ടുന്ന രീതിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കാഞ്ഞ എണ്ണയിൽ വേണം, ഓയിലാണ് ഇപ്പോൾ കായ ഇടേണ്ടത്. അപ്പോൾ ഇട്ട വശം നല്ല പതിഞ്ഞ് പൊന്തും. അങ്ങനെ അത് ഇത്തിരി കനമുള്ള കാരണം നല്ലോണം മൂക്കാൻ ഇത്തിരി സമയമെടുക്കും. എന്നാലും കളർ മാറാണ്ട് മൂപ്പിച്ചെടുക്കുക. നടു പൊട്ടിച്ചാൽ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടും. അങ്ങനെ ആ രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അത് ഇതിൽ കാണുന്ന പോലെ അങ്ങനെ അത് വേവിച്ചെടുത്തു. പിന്നെ ഇനി ശർക്കര അതിലേക്ക് ഇനി ശർക്കര വരട്ടാൻ വേണ്ടിയിലേക്ക് ഒരു 4 അച്ച് ശർക്കര, 4 ക്യൂബ് ശർക്കര വേണം. പിന്നെ ഒരു ടീസ്പൂണ് 1-2 ടീസ്പൂണ് ജീരകം, ഒരു കഷ്ണം ചുക്ക്, 2-3 ഏലക്കായ. അപ്പോൾ ജീരകം ഏലക്കായും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. ചുക്ക് ചതച്ചിട്ട് മിക്സിയിലടിച്ച് പൊടിയാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ച് വയ്ക്കുക. ഈ ശർക്കര ഉരുക്കിയിട്ട് ഈ 4 ബെല്ല ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുകി അങ്ങനെ പതഞ്ഞ് ഇതാവണം. വെള്ളമില്ലാണ്ട് ഞാണ് പോലെ അങ്ങനെ ആക്കണം. ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. കൈ ഒട്ടി പിടിച്ചിട്ട് കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. ആ രീതിയിൽ വേണം ശർക്കര പാകാക്കി എടുക്കാൻ. അതിലേക്ക് ഈ വറുത്ത് വെച്ച കായ അതിലേക്ക് ചെരിയുക. പിന്നീട് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് എല്ലായിടത്തേക്കും മിക്സാവുന്ന രീതിയിൽ അത് ഇളക്കി ഇടണം. അതിൻ്റെ മേലെ പഞ്ചസാര പൊടിച്ചതിടണം. പഞ്ചസാര പൊടിച്ചതിട്ടിട്ടൊന്ന് ഉലർത്തുക. ചുക്കുപൊടിയും ജീരകവും ഏലക്കയും കൂടിയുള്ള പൊടിയും എല്ലാം കൂടിയിട്ട് കുറച്ച് ഓരോ നുള്ളി 2 നുള്ളൊക്കെ ആയിട്ട് അങ്ങനെ പൊടി പൊളിച്ച് ഇടുക. പഞ്ചസാര പൊടി കുറച്ച് ഉലരുന്ന രീതിയിൽ വിതറി കൊടുക്കണം. എന്നിട്ട് അപ്പോൾ അതങ്ങനെ ഉലർത്തി അപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇടണം, തീ ഓഫാക്കി ഇടണം. അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇടുമ്പോഴേക്ക് ഓഫാക്കി ഇടണം. അപ്പോൾ അങ്ങനെ ഈ പൊടികളൊക്കെ ഇടുമ്പോഴേക്കത് ഓഫാക്കിയാൽ പിന്നെ അത് തണുക്കണതിനനുസരിച്ച് ശർക്കര പെട്ടെന്ന് ഉറയ്ക്കും. ഇനി അതിൻ്റെ കൂടെ ഈ പൊടികളൊക്കെ വിതറുമ്പോൾ അതൊക്കെ വേർപെട്ട് കിട്ടും. അതങ്ങനെ ഇളക്കിയിട്ട് വേർപെടുത്തിയിട്ട് എടുക്കണം. ഇത് ചൂടാറുമ്പോൾ ശരിക്കുള്ള നല്ല ശർക്കര വരട്ടിയായിട്ട് കിട്ടും. അപ്പോൾ വറക്കുമ്പോൾ ഉപ്പ് തെളിക്കാൻ മറക്കരുത്. കായ വറക്കണതിൽ സാധാരണ വറക്കണ പോലെ തന്നെ കുറച്ച് കട്ടിയിൽ അരിയണം എന്നുള്ളൂ. അതിൽ സാധാരണ ഉപ്പിട്ടിട്ടൊക്കെ തന്നെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അതാ ചുക്കുപൊടി വിതറിയുണ്ട്, ജീരകപ്പൊടി വിതറി, പഞ്ചസാരപ്പൊടി വിതറി. അതൊക്കെ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ടേ ചെയ്യണ്ടു. അപ്പോൾ അതങ്ങനെ ശർക്കര ഉറച്ച് വരണോട് കൂടിയിട്ട് ഇതൊക്കെ അതുമ്പോൾ പിടിക്കും, ഒക്കെ വേറിട്ട് നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോൾ ഓണത്തിൻ്റെ വിഭവത്തിലേക്ക് ഈ ഒരാഴ്ചയും കൂടി ഇത് 3 എണ്ണം കൂടി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ഒരു 10 ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 എണ്ണം കൂടി ഓണത്തിനുള്ളത്. ഇപ്പോൾ ഒരുവിധം വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു. ശർക്കരയിൽ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ വറുത്ത കായ തണുത്ത് പോവും, കുതിർന്ന് ആവും. അത് വെള്ളം തീരെ വരാൻ പാടില്ല. ഞാൻ കാണിച്ച പാകത്തിന് മാത്രമേ ഇടാൻ പാടുള്ളൂ.